ശ്രുതി അമ്മയും കൂട്ടി മീരയുടെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, അമ്മ 3-4 ദിവസത്തേക്കും ആദിയെയും അമ്മയും പുറത്തൊന്നും കാണരുത്, ഞാൻ മീരയുടെ വീട്ടിലോട്ട് ആക്കിയിട്ട് പോവുകയാണ്. അപ്പോഴത്തേക്കും അമ്മ പറയുന്നു, മോളെ നമ്മളീ കാണിച്ചത് ക്രൂരതയല്ലേ, സച്ചിയോടും രേവതിയോടും ഒരു വാക്ക് പോലും പറയാതെ ഞങ്ങൾ ഇങ്ങനെ വന്നില്ലേ, എന്നെ അവർ രണ്ടുപേരും കണ്ടതുകൊണ്ടല്ലേ രക്ഷപ്പെടും. അമ്മ എനിക്കിപ്പോഴും സാഹചര്യം പറ്റില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ചെയ്യുന്നതൊക്കെ എനിക്ക് ദോഷമാണ്. അമ്മയ്ക്ക് ചിലപ്പോൾ നല്ലതായിരിക്കും, പക്ഷേ എനിക്കത് ദോഷമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് അമ്മയ്ക്ക് അത്രയ്ക്ക് താല്പര്യമാണെങ്കിൽ സച്ചിയുടെയും രേവതിയുടെയും ഒരു അമ്പലം പണിയത് അതിൽ അമ്മ അവരെ പ്രതിഷ്ഠിച്ച് പൂജിക്കുക, അല്ലാതെ വേറെ മോളെ ഇത് പറയുന്നതല്ല നല്ലത്. എപ്പോഴെങ്കിലും നീ ആദിക്ക് ഞാൻ ഇരുന്ന ഇരിപ്പിൽ മരിച്ചു പോയാൽ ആദിക്ക് ആരുമില്ല, ആദിയുടെ കാര്യം ആര് നോക്കും, അതുകൊണ്ട് നീ നേരത്തെ അവിടെ പറയുന്നതല്ലേ നല്ലത്. അമ്മ ഒന്നും മര്യാദയ്ക്ക് ഇരിക്കുന്നുണ്ടോ, എൻ്റെ കാര്യം പറഞ്ഞ് എൻ്റെ ജീവിതം നശിപ്പിക്കാനാണോ അമ്മ ആലോചിക്കുന്നതെന്ന് കേട്ടുകൊണ്ട് ശ്രുതി അങ്ങോട്ടും അമ്മയെ വഴക്ക് പറയുന്നുണ്ട്. പക്ഷേ അമ്മയ്ക്കൊന്നും മിണ്ടാൻ പറ്റാത്ത സാഹചര്യമാണ്. സച്ചിയും രേവതി ആയതുകൊണ്ടാണ് അവരെ രക്ഷപ്പെടുത്തിയത്. അമ്മ അറിഞ്ഞോ, രേവതിക്ക് അമ്മയെക്കുറിച്ച് ഭയങ്കര സംശയമാണ്. അത് പോയിട്ട് രേവതി പറയുന്നത് ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്മയ്ക്ക് സച്ചിക്ക് പക്ഷേ സച്ചി അത് നിരസിക്കുന്നുണ്ട്. എന്നാലും രേവതി പറയുന്നുണ്ട്, അമ്മയുടെ മകൾ ഇവിടെ വന്നിട്ടുണ്ട്, അവർ തമ്മിൽ എന്തൊക്കെയോ കള്ളക്കളികളുണ്ട്, അതുകൊണ്ടാണ് അവർ നമ്മൾ വരുന്നതിന് മുമ്പ് ഡിസ്ചാർജ് ചെയ്ത് പോയതെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് അമ്മ ഒന്ന് അടങ്ങിയിരിക്കും, ഞാൻ പറയുന്നത് പോലെ അനുസരിക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ സച്ചിയും രേവതിയും കൂടെ വീട്ടിലോട്ട് വരുന്നുണ്ട്. വീട്ടിലോട്ട് വരുന്ന സമയത്ത് അച്ഛനും രവീന്ദ്രനും വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് അച്ഛനോട് പറയുന്നു, അച്ഛാ ഇതെന്തോ കള്ളക്കളിയാണ് അവിടെ നടക്കുന്നതെന്നാണ് രേവതി പറയുന്നത്. ഞങ്ങൾ അവിടെ ചെന്ന് അവരെ അഡ്മിറ്റ് ചെയ്തു, അവരെ കാര്യങ്ങളൊക്കെ നോക്കി ബില്ലടയ്ക്കാൻ വേണ്ടി പോയപ്പോൾ ബില്ലടച്ച് അവരെ കൂട്ടിക്കൊണ്ട് പോയി. അപ്പോൾ ഇതിനിടയ്ക്ക് എന്തൊക്കെയോ കള്ളക്കളി നടക്കുന്നതെന്നാണ് രേവതി പറയുന്നത്. അപ്പോഴത്തേക്കും അമ്മ വന്ന് ചോദിക്കുകയാണ്, എടാ ഇന്ന് നിൻ്റെ തോളത്തും കഴുത്തിലും ഒന്നും ആരുമില്ലേ, എവിടെ പോയി, അതോ അവരെ മുത്തശ്ശിയും കൂടെ നീ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരാനാണോ പോകുന്നത്? അമ്മ ഒന്ന് അടങ്ങിയിരിക്കുന്നുണ്ട്. അമ്മയ്ക്ക് എപ്പോൾ നോക്കിയാലും കുറ്റം പറയാനും കാര്യങ്ങൾ മനസാക്ഷിയില്ലാത്ത കാര്യങ്ങൾ പറച്ചിലാണല്ലോ അമ്മയുടെ തൊഴിലെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, അതൊക്കെ പോട്ടെ, ഇന്ന് എനിക്കൊരു സന്തോഷ വാർത്തയുണ്ട്, എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അത് എനിക്ക് തരാനുള്ള 1,00,000 രൂപ കിട്ടിയിട്ടുണ്ട്. ഇത് പറഞ്ഞപ്പോൾ നമ്മുടെ ചന്ദ്രമതിയുടെയും ശ്രുതിയുടെയും മുഖത്തൊക്കെ ഭയങ്കര ചിരിയും സന്തോഷമാണ്. അപ്പോഴത്തേക്കും സച്ചി പറയുന്നുണ്ട്, അച്ഛാ അത് വേറൊന്നും ചെയ്യേണ്ട, അച്ഛൻ ബാങ്കിൽ കൊണ്ടുപോയി ഡിപ്പോസിറ്റ് ചെയ്യുക, അച്ഛൻ്റെ ആവശ്യത്തിന് വേണ്ടി. ഇവിടെ ഒരു കള്ളനുണ്ട്, അവൻ ഇത് കണ്ടാലേ അവൻ എപ്പോൾ എടുത്തെന്ന് ചോദിച്ചാൽ മതിയെന്ന് പറയുന്നത്. അപ്പോഴത്തേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട്, എൻ്റെ ഭർത്താവിനെ കുറ്റങ്ങൾ പറയേണ്ട കാര്യം എന്താ, അതുള്ളതാണ് ഞാൻ പറഞ്ഞത്, അവൻ നേരത്തെ ഇവിടെ ചെയ്ത കാര്യങ്ങൾ അതുപോലെയാണ്, നിനക്ക് അത്രയ്ക്ക് ആക്ഷേപമാണോ വന്നത് എന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. അത് അവൻ പൈസയൊക്കെ കൊണ്ടുവരും, പൈസ കൊണ്ടുവന്ന് അവിടുത്തെ മാസത്തെ ശമ്പളം കൊണ്ടുവന്ന് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് നമ്മുടെ ശ്രുതിയും ആണെന്ന് പറയുന്നുണ്ട്. ഇതിന് മുന്നേ ഒരു കാര്യം നടക്കുന്നുണ്ട്. ശ്രുതി നേരത്തെ പോയിട്ട് വന്നു. അപ്പോഴത്തേക്ക് അമ്മ ചോദിക്കുന്നു, ഇന്ന് നേരത്തെ അമ്മയ്ക്ക് അറിയില്ല ഞാൻ പാർക്കിൽ ചെന്ന് ഇരുന്നിട്ടാണ് വരുന്നതെന്നും, എനിക്ക് എൻ്റെ ജോലി പോയ കാര്യമൊക്കെ ശ്രുതിയോട് പറഞ്ഞാലൊന്നും ആലോചിക്കുന്നു. നീ പറയുന്നും വേണ്ട, പറഞ്ഞാൽ ഇനി അതായിരിക്കും അതിൻ്റെ പുകലെന്ന് പറയുന്നുണ്ട്, അതുകൊണ്ട് നീ പറയേണ്ട, ഒളിച്ച് വെക്കുകയെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സന്തോഷത്തോടെ അച്ഛൻ്റെ കയ്യിലിരുന്ന 1,00,000 രൂപ ചന്ദ്രമതിയിലോട്ട് കൊടുക്കും. ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷമായി. എന്നുവെച്ചാൽ അടുത്ത മാസത്തെ പലിശ അടയ്ക്കാമല്ലോ എന്നൊക്കെ ഉള്ള ഒരു സന്തോഷത്തിലാണ് ഇരിക്കുന്നത് ചന്ദ്രമതി. അപ്പോഴത്തേക്കും ശ്രുതിക്കും ഈ പണത്തിലോട്ടൊരു നോട്ടമുണ്ട്. അമ്മയെന്ന് വിളിക്കുമ്പം ചന്ദ്രമതി അത് കാണാത്തതുപോലെ പോകുന്നുണ്ട്. പിന്നെയെന്ന് പറയുന്നത് അച്ഛന് വളരെ സന്തോഷമായി ഈ പൈസ കിട്ടിയതിലും. അപ്പോഴത്തേക്കും ശ്രുതിക്കും ഒരാഗ്രഹം, ആ പൈസ എനിക്ക് കിട്ടിയെങ്കിലോ എന്നുള്ള ആഗ്രഹം. ഇതെങ്ങനെയായിരുന്നാലും ഉടൻ തന്നെ ശ്രുതി ഈ 1,00,000 രൂപ അവിടെ നിന്ന് അലമാരയിൽ തട്ടിയെടുക്കാൻ എല്ലാ ചാൻസും ഉണ്ട്. ശ്രുതിയുടെ കയ്യിൽ പൈസ ഒന്നും ഇല്ലാതിരിക്കുന്ന സാഹചര്യമാണ്. അങ്ങനെ ചന്ദ്രമതി വളരെ സന്തോഷത്തോടെ ഈ പൈസ കൊണ്ട് അലമാരയ്ക്കകത്ത് കൊണ്ടുവയ്ക്കുകയാണ്. വളരെ സന്തോഷം എന്ന് വെച്ചാൽ
1,00,000 രൂപ ആണ് കയ്യിൽ കിട്ടിയിരിക്കുന്നത്. അടുത്ത മാസം എങ്ങനെയായാലും പലിശ കൊടുക്കാനുള്ള പൈസ കിട്ടി എന്നുള്ളൊരു സന്തോഷത്തിലാണ്. അപ്പോഴത്തേക്കും സച്ചി പറയുന്നുണ്ട്, അച്ഛൻ ഈ പൈസ ഇവിടെ വെച്ചേക്കേണ്ട, അച്ഛൻ്റെ ആവശ്യത്തിന് വേണ്ടി അച്ഛൻ ഉപകരിക്കുക. അച്ഛൻ ബാങ്കിൽ ഇതിന് ഡിപ്പോസിറ്റ് ചെയ്തിട്ടിരുന്നാൽ മതി, അല്ലാതെ ഇവിടെ വെച്ചിരുന്നാൽ ഈ പൈസ ഇവിടെ നിന്ന് പോകും. അതിനേതൊരു സംശയമില്ല. ഇവിടെ ഒരു കള്ളനുണ്ട്, ആ കള്ളൻ ഏത് നിമിഷവും ആ പൈസ കൊണ്ടുപോകുമെന്ന് പറയുന്നത്. അങ്ങനെ വളരെ സന്തോഷത്തോടെ നമ്മുടെ ചന്ദ്രമതി പൈസയും കൊണ്ട് അലമാരയിൽ കൊണ്ട് വയ്ക്കുന്നുണ്ട്. പിന്നെ നടക്കുന്ന പുകില് അടിപൊളിയായിരിക്കും. എന്ന് വെച്ചാൽ ഈ പൈസ ഇനി അവിടെ നിന്ന് മാറ്റണം. നമ്മുടെ ശ്രുതിയും ഹണിമൂൺ ട്രിപ്പൊന്നും പോയിട്ടില്ലല്ലോ, അപ്പം അതിന് പോകാനുള്ള തയ്യാറെടുപ്പാണ് ഈ പൈസ കണ്ട നിമിഷം മുതൽ നമ്മുടെ ശ്രുതിയുടെ മനസ്സിൽ ഉദിച്ച് വരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാർ. ഒരുപാട് നന്ദി വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരോടും.